വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഈ കിടന്ന് തിളയ്ക്കുന്ന ഐറ്റമാണ് ഷക്ഷുക, എ മിഡിൽ ഈസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ്. പേര് ഭയങ്കര വെറൈറ്റി ആണെങ്കിലും ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ടൊന്ന് മാറ്റി പഠിച്ചാൽ നമ്മുടെ ഒന്നാന്തരം മുട്ടക്കറിയായി. അതായത് നമ്മുടെ മസാലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഞാൻ കഴിക്കുന്നത് ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെയാണ്. കുബൂസ് പറാഠ പോലുള്ള ഡിഷസിൻ്റെ കൂടെയും ഇത് ബെസ്റ്റായിട്ടുണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഈസി ടു കുക്ക് റെസിപ്പിയാണ്. 5 മിനിറ്റ്സിൽ നമുക്ക് കാര്യം കഴിയും. ഞാനിതിൻ്റെ കൂടെ വാട്ടർമെലൺ ജ്യൂസാണ് കുടിക്കുന്നത്. തുടങ്ങിയതൊരു വിദേശി ഐറ്റത്തിൽ നിന്നാണെങ്കിലും ഉച്ചയ്ക്ക് നല്ല നാടൻ പൊതിച്ചോറാണ് ഞാൻ കഴിക്കാൻ പോണത്. അപ്പം നല്ല വാട്ടിയ ഇലയിലേക്ക് ചൂട് മട്ടരിച്ചോറ് പരത്തി വിളമ്പി വെച്ച് അതിലേക്ക് വൻപയർ മസാലയും ഒരു ഓംലെറ്റ്, പകുതി ഓംലെറ്റ് ഞാൻ നിരത്തി വെക്കുകയാണ്. ഇതിലേക്ക് വറുത്ത കിളിമീൻ, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കിളിമീൻ, അത് 2 വെച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടവിഭവമായിട്ടുള്ള തേങ്ങാ ചമ്മന്തി അതും വെച്ച് ഒരു പപ്പടവും വെച്ച് ഈ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി പോവാണ്. ഞാനിത് കെട്ടാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ അമ്മേനേക്കാളും ഞാനാണ് മിടുക്കി എന്നുള്ളത് കൊണ്ട് ഞാനാണ് കെട്ടാറുള്ളത്. എനിക്കിത് കെട്ടുന്ന സമയത്ത് എപ്പോഴും ഈ ഇല പൊട്ടിപ്പോവോ എന്നൊരു ടെൻഷനാണ്. അപ്പം ഞാൻ ആ ഒരു വെപ്രാളത്തിൽ എപ്പോഴും ഒരു എന്തോ കാണിച്ചൊരു കെട്ടലാണ്. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കെട്ടിവെക്കും. പിന്നെ ഈ വാഴയിലയിൽ ഈ ചൂടുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇരുന്ന് എന്താണെങ്കിലും ഇത് തുറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആക്കുന്നത് നമുക്കൊരു സർപ്രൈസ് എലമെൻറ്റ് വേണം. അതായത് ഇത് വേറെ ആരെങ്കിലും കെട്ടിത്തന്ന് നമ്മളിത് ഉച്ചയ്ക്ക് തുറന്ന് കഴിക്കുമ്പോഴാണ് ശരിക്കും ഇതിന് ടേസ്റ്റ് കൂടുക. കാരണം ഇത് തുറക്കുമ്പോൾ ഭയങ്കര രസമല്ലേ. അതിപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും നമ്മളുടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ നമുക്കൊരു സർപ്രൈസ് അല്ലേ, ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കി തരാമെന്ന്. സെയിം തന്നെയാണ് ഇവിടെ. പിന്നെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പൊതിച്ചോറും കൂടി കെട്ടുന്നുണ്ട്. അവൾക്ക് ഒരു ചെറിയൊരു സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ അതുപോലെ തന്നെ പപ്പടവും മാത്രം വെച്ചിട്ടാണ് പൊതിയുന്നത്. അപ്പം ഇങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കെട്ടിക്കൊടുക്കണേ. പിന്നെ അത് മാത്രമല്ല, എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവൾക്കും ഞാൻ അതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ടാക്കി കൊടുത്തു നോക്കും, കഴിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇതെങ്ങനെയാണ് അവൾ ഓപ്പൺ ചെയ്യാന്നൊക്കെ. പിന്നെ ഒരു 1/4 മണിക്കൂർ വെച്ച് എനിക്ക് ഒട്ടും ക്ഷമയില്ലാഞ്ഞിട്ട് ഞാൻ ഇത് തുറന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഇത് ഞാനല്ല കിട്ടിയിട്ടുള്ളതെന്നുള്ളൊരു ഭാവത്തോടെയാണ് കഴിക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഈ സസ്പെൻസ് എലമെൻ്റാണ് ഇതിൻ്റെ ഏറ്റവും ഈ പൊതിച്ചോറിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ തുടങ്ങണത് എൻ്റെ തേങ്ങാ ചമ്മന്തി കൂട്ടിക്കുഴച്ചിട്ടുള്ള ചോറ് ഒരു പിടി എടുത്തിട്ടാണ്. അങ്ങനെ അതും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മോൾക്കുള്ള പൊതി കൊടുത്തു. ആദ്യം ഈ പാക്ക് പൊട്ടിക്കാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റ് കാണിച്ചെങ്കിലും എൻ്റെ ഓവർ റിയാക്ഷൻ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ എന്തോ ഉടായ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ എഗ്സ് മാത്രം, സ്ക്രാമ്പിൾഡ് എഗ്ഗ് മാത്രം കഴിച്ചിട്ട് ചോറൊന്നും കഴിച്ചില്ല. എന്നത്തെയും പോലെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ കണ്ടില്ലേ ഒടുക്കത്തെ എക്സൈറ്റ്മെൻറ്റ്. അത് എനിക്ക് പൊതിച്ചോറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഈവനിങ് ഞാൻ സ്വീറ്റ് കോൺ വിത്ത് മിൻറ്റ് ലൈമാണ് കുടിക്കുന്നത്. ഈ ലെമൺ ജ്യൂസാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജ്യൂസ്. അതെനിക്ക് എപ്പോഴും എവിടെ ഒരു വീട്ടിൽ കയറി ചെന്നാലും അവരെനിക്ക് ചായ ഓഫർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ ലെമൺ ജ്യൂസ് തരുന്നതാണ് എനിക്കിഷ്ടം, നല്ല പുളിയുള്ള ലെമൺ ജ്യൂസ്. ദെൻ അത് കഴിഞ്ഞ് ഡിന്നറിനായിട്ട് ഞാനൊരു പനീർ റോൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ ഒന്നുമില്ലെങ്കിൽ സ്നാക്ക് കഴിച്ചാൽ ഡിന്നർ കഴിക്കില്ല, അല്ലെങ്കിൽ സ്നാക്ക് ഒഴിവാക്കിയിട്ട് അതൊരു ഡിന്നറായിട്ട് കഴിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യുമ്പോൾ നമ്മളൊരു ഡിന്നർ റെസിപ്പിയും കൂടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനായിട്ട് അപ്പോൾ പനീർ മാരിനേറ്റ് ചെയ്ത് അത് ചെറിയൊരു ടിക്ക പോലെയൊക്കെ ആക്കി അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് അത് നമ്മുടെ ചപ്പാത്തിയിൽ വെച്ച് റോളാക്കിയിട്ട് എൻ്റെ ഫേവറേറ്റ് ഷോ ആയിട്ടുള്ള പെപ്പ പിഗ് അത് ഇരുന്ന് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പനീർ റോള് എൻജോയ് ചെയ്തു. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ പനീറിൻ്റെ ഭയങ്കര ഫാനാണ്. എന്തും എനിക്ക് പനീർ കൊണ്ട് ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ്.
യെസ്, ഈ റോളൊക്കെ കഴിക്കുമ്പോൾ പിന്നെ അതാ നമ്മൾ ടേബിളിലിരുന്ന് കഴിക്കണമെന്നില്ല, നമുക്ക് ടി വി ഒക്കെ കണ്ട് കഴിക്കാം. ദെൻ ഞാൻ ഇത്തിരി വെള്ളം കൂടി കുടിച്ച് ടാറ്റ ബൈ ബൈ പറയാണ്. ബൈ പറയൂ, ബൈ പറയൂ. Bye.